നാട്ടിലെ പാതിയിലെ പട്ടിപ്പിനെ കൊണ്ടുവരിക. ഒക്കെയാണ് നമുക്ക് ഈ അക്കൗണ്ട് നമ്പറൊക്കെ തന്നത്. അവര് പറഞ്ഞു തന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നമ്മൾ പൈസ അടിച്ചിട്ടില്ല. നമ്മളെ പൈസ വീണ് പോയതല്ല, ഞങ്ങൾ പൈസ ഒരാളെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതാണ്. ആ പൈസ ഞങ്ങൾ തിരിച്ചെടുത്തേ പറ്റൂ, ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഏതറ്റം വരെയും ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അപ്പൊ ഞങ്ങളുടെ ഓരോ വീട്ടിലെ അവസ്ഥ എന്നെ പോലെ തന്നെ ഒരുപാട് സഹോദരിമാർ ഇതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ എന്താണ് സരോജിനിയോടും സ്വപ്നയോടും അന്വേഷിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തോ, കേസ് കൊടുത്തോ, ഞങ്ങൾ ഇവർ ചൂട് ചെയ്യാനായില്ല എന്നാണ് പറയുന്നത്. സകല രാഷ്ട്രീയ പാർട്ടികളും അവരെ പിന്താങ്ങുന്ന മട്ടിലാണ് അവർ ഞങ്ങളോട് പെരുമാറുന്നത്. ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് എങ്ങനെയായാലും തിരിച്ചു കിട്ടണം, അത് ഏത് വിധത്തിലായാലും ശരി. അപ്പൊ നമുക്ക് ഈ പൈസ കിട്ടിയേ പറ്റൂ. ഇനി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പൈസ ആരാണോ മുന്നിട്ട് വാങ്ങി തരുന്നത് ആ പാർട്ടിക്ക് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യുന്നതാണ് നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ ബാക്കി എനിക്ക് പറയാനില്ല, ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ. ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ കോർഡിനേറ്റർ പേര് സരോജിനി, സ്വപ്ന, സുവർണ, നമ്മുടെ താഴെയുള്ള എല്ലാ പ്രവർത്തകന്മാരെയും വിശ്വസിച്ച് ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇതിനകത്ത് വിവരം കിട്ടിയത് കുടുംബശ്രീയുടെ ADS-ൽ നിന്നാണ്. ആ മുഖാന്തരം നമ്മുടെ ജൂലൈ 10-ന് ലാസ്റ്റ് അവസാന തീയതി ബാങ്കില് പണയപ്പെടുത്തിയിട്ടാണ് പൈസ അടച്ചത്. എന്നാൽ ഇതുവരെ 600 രൂപ വെച്ചിട്ട് അതിന് പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ തവണയും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഓരോരോ ഡേറ്റുകളും കാരണങ്ങളും നമ്മൾ ഓരോന്നും ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തുകയാണ്. ഇത് അറസ്റ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾ കേസ് കൊടുക്കരുത്, സാർ ഇറങ്ങിയാലേ തിരിച്ചു കിട്ടുള്ളൂ എന്ന് വരെ നമ്മളെ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് കേസ് ശക്തമായതിന്റെ ഭാഗമായി ഞങ്ങളും കേസിന് ഇറങ്ങിയപ്പോഴാണ് ഇതിനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ ഞാൻ പിരിച്ചെടുത്ത പണം മൊത്തം രാഷ്ട്രീയ നേതാക്കളുടെ കയ്യിലും ഉന്നതരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ പങ്ക് ലാലീകരിച്ചില്ല. ഞങ്ങൾക്കറിയില്ല, മാധ്യമങ്ങളിലൂടെ അറിയുന്ന കിട്ടിയ വിവരങ്ങളാണ്. അവരുടെയൊക്കെ കൈകളിൽ നമ്മളുടെ ഓരോരുത്തരും ഓരോ രൂപ വെച്ച് സമാഹരിച്ച പലിശക്കെടുത്തതും കടം വാങ്ങിച്ചു പണയം വെച്ചുണ്ടാക്കിയ പൈസ ഉന്നതരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ മനസാക്ഷി വഴിയിൽ നമ്മൾ ഈ പൈസ കിട്ടണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മളുടെ. സർക്കാർ മേഖല പൈസ വാങ്ങണം. അവര് ഇനി ഒരു ജീവിതത്തില് ഒരാളെ അവർക്ക് ചതിക്കാൻ തോന്നരുത്. ഒരു പ്രത്യേകിച്ച് പെണ്ണുങ്ങളാ. എന്താന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ ചതിച്ചാലുള്ള അനുഭവം ഇതാണ്. അവർ കാണണം, അവര് കണ്ട് പഠിക്കണം. എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ഏൽക്കണം. സ്ത്രീകള് വെറും പൊട്ടന്മാരോ അടുക്കളയിൽ നിൽക്കുന്നവരല്ല.
സ്ത്രീകൾ കൊൽമ്പട്ട് കീഞ്ഞാല് ബ്രഹ്മാവിന് പോലും തടുക്കാൻ കഴിയില്ലാന്ന് പണ്ടൊരു പഴമൊഴിയുണ്ട്. അതുമാതിരി ആവണം, അതുപോലെ ഇരിക്കണം എന്നാണ് എന്റെ തീരുമാനം. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മരിച്ചാലും മാറൂല. എന്താന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോരോ ആൾക്കാരും ബാങ്കിൽ പോയിട്ടും പല വിധത്തിലും പൈസ ആക്കിയ ആളാണ്. അവരെല്ലാം പൈസ ഇവര് കൊണ്ടുപോയിട്ട് ഇവര് സുഖമായിട്ട് നിയമിക്കുക. മോഹൻ എന്ന് പറയുന്ന ഒരാള് നമ്മളോട് പറഞ്ഞെന്ന് പറഞ്ഞാല് അഹങ്കരിക്കും, അത് നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ട് പിന്നെയും അവര് മുന്നോട്ട് വരികയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് തന്നിട്ടില്ലേ? എന്താന്ന് പറഞ്ഞാല് നമ്മളെപ്പോലത്തെ പാവം പെണ്ണുങ്ങളെ പാവം പറ്റിച്ച പെണ്ണുങ്ങൾക്ക് അവർക്കൊരു പാഠം, ഈ നാട്ടുകാർക്ക് നമ്മുടെ അരീക്കോടുകാർക്ക് ഒരു പാഠം പഠിപ്പിച്ചോളൂ. കണ്ണൂര് മൊത്തം നമ്മള് പെണ്ണുങ്ങൾ കീഞ്ഞാൽ എങ്ങനെയുണ്ടാകുന്ന അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മളുള്ളത്. എന്ത് തന്നെയായാലും നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മളെ പൈസ കിട്ടിയേ പറ്റൂ, അതിലൊരു മാറ്റൂല. സ്ത്രീകളോട് കളിച്ചാൽ എങ്ങനെയുണ്ടാവുന്ന കളി പഠിപ്പിച്ചിട്ടേ നമ്മൾ നടക്കൂ, അതിലൊരു മാറ്റൂല. നിർത്തി. ഇത് വെറും ഒരു സൂചന മാത്രമാണ്. ഇനിയും നമ്മൾ മുന്നോട്ട് തന്നെയില്ല, ഒരിക്കലും ബേക്കോട്ട് പോകൂല, ഉറപ്പ്. അതൊരു പകുതി പൈസക്ക് പുതിയ വണ്ടി കിട്ടണമെന്ന് എല്ലാവർക്കും കിട്ടിയതാണല്ലോ ഒന്നും